ഇന്നലെ നമ്മുടെ ഫാമിലെ പുതിയ കുളത്തിൻ്റെ പണികൾ തീർത്തിട്ട് ചെറിയ രീതിയിൽ വെള്ളം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആ ടാങ്ക് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് മീനിനെ ആക്കാനുള്ള പരുവത്തിലേക്ക് നമ്മുടെ ടാങ്കിലെ വെള്ളം സെറ്റ് ചെയ്യാനുണ്ട്. അതിനു മുമ്പ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ ടാങ്കിൽ ഒരു സെക്ഷനിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കരുത്. നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കലക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകി വൃത്തിയാക്കാൻ പോകുന്നത്. കാരണം ഈ ടാങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ ഫ്ലക്സ് പുതിയ ഷീറ്റ് എടുത്തതാണ്, അപ്പോൾ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ട് പോയി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ ടാങ്ക് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു പതപ്പ് കാണും. ഇന്നലത്തെ നമ്മൾ വെള്ളം നിർത്തിയ സമയത്ത് ഈ ഒരു പദം ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ള അറിയില്ല. മുമ്പ് നമ്മൾ ഫ്ലക്സ് വാങ്ങിയ സമയത്ത് ഇത്തരത്തിൽ ഫ്ലക്സിൽ വെള്ളം നിർത്തിയ സമയത്തൊന്നും ഈ പദം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മുമ്പ് നമ്മളെടുത്ത ഫ്ലക്സിന് ഇതിനൊക്കെ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള പോലെ, നല്ല ഗ്ലേസിംഗ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. അതൊരു ഗ്ലോസി ടൈപ്പ് ചെയ്യുന്നു, പക്ഷേ ഇതൊരു മാറ്റ് ടൈപ്പാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇനി മീനാക്കുമ്പോൾ അറിയാം നമുക്ക് എന്താവും എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ട് വരച്ചിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ കഴുകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ ഹാർഡ്നെസ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഷീറ്റാണ് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വിരിച്ച സമയത്ത് ചെറിയ രീതിയിലുള്ള ചുളുക്കങ്ങളൊക്കെ അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് ഇതിൽ നിന്ന് കഴുകി വൃത്തിയാക്കി വറ്റിച്ച് കളയും. ആ സമയത്ത് ഈ ചുളുക്കം ഒന്നും കൂടി നിർത്താൻ പറ്റുമെന്നുള്ള ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കഴുകിയിട്ടുള്ള വെള്ളം നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വെള്ളം ഇനിയാണ് റീഫിൽ ചെയ്യാനുള്ളത്. അതിന് മുമ്പ് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പൈപ്പ് വഴി നമ്മളിപ്പോൾ പുറത്തേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ഇഷ്ടിക കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ടാങ്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇഷ്ടിക ഇട്ടിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ തോട്ടത്തുനിന്നൊക്കെ കിട്ടിയുള്ള പഴയ ഇഷ്ടികകളാണ്. അപ്പോൾ ഒന്ന് കഴുകാൻ പറ്റി. അപ്പോൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് യൂസ്ഡ് ആയിട്ടുള്ള ഇഷ്ടികയാണ് ചിലതൊക്കെ. അതിൻ്റെ മുകളിൽ സിമെൻറ്റിൻ്റെ പിടുത്തമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആ സിമെൻറ്റൊക്കെ ഒന്ന് കൊത്തി കളയാണ്. നമ്മളിത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്യാം. നമ്മൾ ഇവിടെ ഇഷ്ടികയൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്ടിക ഇത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കലക്കി വെച്ച വെള്ളമാണ്. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇഷ്ടിക നമ്മൾ ഇതിൽ മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഇതിൽ മുക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, ഈ ടാങ്കിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടാങ്ക് നിർമ്മിച്ച സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെയാണ് നമ്മളൊരു കുഴി പോലെ എടുത്തത്. ഇവിടെ അങ്ങോട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള സംഭവം എടുത്തത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇനി ഇടക്കെട്ട് കെട്ടാനുള്ളത്. അപ്പോൾ ഈ ഇഷ്ടിക വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കെട്ടാൻ പോകുന്നു. ഇവിടെ നമ്മൾ ഇഷ്ടിക കൊണ്ട് ഇവിടെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് 2 ടാങ്കിലും. ഇനി ഇവിടെ ഈ ഏരിയയിലായിട്ട് നമുക്ക് എന്തെങ്കിലും മണ്ണ് നിറക്കാനുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഫ്ലക്സിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ സേഫ്റ്റിയെ ബാധിക്കുക, ഷീറ്റിൻ്റെ സേഫ്റ്റിയെ ബാധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കലങ്ങി പോകാനുള്ളത്, ഈ കൂടെയൊക്കെ ലീക്കായിട്ട് കലങ്ങി പോകാനുള്ള പ്രശ്നങ്ങൾ കാരണം മുന്നിൽ കണ്ടിട്ട് നമ്മൾ എന്തിന് അവിടെ 2 ഫ്ലക്സിൻ്റെ ഷീറ്റും കൂടി വിരിച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ ഫ്ലക്സിൻ്റെ ഷീറ്റ് 2 കഷ്ണം ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇത് ജസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത പോലെ തന്നെ ഇതും ജസ്റ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് വിരിക്കാം. ഇത് വിരിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വേണ്ട മണ്ണ് കൊടുത്തിട്ടാണുള്ളത്. നമ്മളിവിടെ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ ഒരു ടാങ്കിൽ ഈ ഒരു കോർണറിലായിട്ട് നമ്മൾ നേരത്തെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള സിമെൻറ്റ് നമ്മുടെ ഇഷ്ടിക്കണത് ഇവിടെ നമ്മൾ വേറെ ഫ്ലക്സിൻ്റെ ഷീറ്റ് വിരിച്ച് ഇവിടെ മണ്ണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണ്ണ് നമ്മൾ പാടത്തു നിന്നല്ല, പാടത്തൊക്കെ വെള്ളമല്ലേ. അപ്പോൾ പാടത്ത് വെള്ളമായതുകൊണ്ട് തന്നെ നമ്മൾ ആ പാടത്തെ മണ്ണെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ വീട്ടിലെ തൊടിയിൽ നിന്ന് തന്നെയാണ് മണ്ണെടുത്തുള്ളത്. ഇത് കണ്ടില്ലേ, മണ്ണിരയാണിത്. അപ്പോൾ തൊടിയിൽ നമ്മൾ രാസവളം അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. മണ്ണിരക്കുള്ള നല്ലൊരു മണ്ണ് തന്നെയാണിത്. അപ്പോൾ എത്രത്തോളം ഇനി ഇതാവുന്നൊന്നും അറിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ മണ്ണ് കംപ്ലീറ്റ് നല്ല രീതിയിൽ തന്നെ ഇവിടെ ഈ സൈഡിലേക്കൊക്കെ മാറ്റിയിടാൻ കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മണ്ണൊക്കെ 2 ടാങ്കിൽ നമ്മൾ മണ്ണ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഏരിയയിൽ മാത്രമായിട്ട് നമുക്ക് വെള്ളം നിർത്തേണ്ടതുണ്ട്. മണ്ണൊന്നും കൂടി അരിവടുപ്പിച്ച് റെഡിയാക്കുകയാണ്. ഇനി നമ്മൾ ഈ ഏരിയയിൽ മാത്രമായിട്ട് വെള്ളം നിർത്താൻ പോവുകയാണ്. നമുക്ക് ഞാറ് നടണം, അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഏരിയയിൽ മാത്രം വെള്ളം നിർത്താൻ പോവാണ്. ഇതൊക്കെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന കേട്ടോ.
ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് നിങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാറ് നടാൻ മാത്രമുള്ള പാകത്തിനുള്ള വെള്ളം ഇതിൽ നമ്മൾ നിർത്താൻ പോവാണ്. അങ്ങനെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഈ 2 ടാങ്കിലായിട്ട് നമ്മൾ ആ തലക്കെ 2 സ്ഥലങ്ങളിൽ മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് വെള്ളം നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാറ് പറിച്ച് നടാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നേരിട്ട് പാടത്തേക്കാണ് പോകുന്നത്. പാടത്ത് പോയിട്ട് എന്ത് ചെയ്യണം, ഞാറ് പറിക്കണം. അവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ഞാറ് പറിക്കാനും വേണ്ടിയിട്ട് പാടത്തെത്തിയിട്ടുള്ളത്. ഈ ബാക്കിലേക്ക് നോക്കി എന്തൊരു സന്തോഷമാണ് ഇവിടെ നിൽക്കുമ്പോൾ, കണ്ടില്ലേ? ഇതാണ് ശരിക്കും കാർഷിക മേഖല നമുക്കൊക്കെ മനസ്സിനൊരു സന്തോഷം തരുന്ന സംഭവം തന്നെ. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കാണാനില്ല. ഇവിടെയൊക്കെ ഞാറ് നമ്മൾ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുമായിട്ട്. ഞാറ് ഇവിടെ നടുന്നൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഞാറൊക്കെ നല്ല രീതിയിൽ ഉഷാറായിട്ട് സെറ്റായിട്ടുണ്ട്. പാടത്തിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടില്ലേ എല്ലാ ഏരിയയിലും നല്ല സെറ്റായിട്ട് തന്നെ നെല്ലൊക്കെ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള വിളവ് ഇവിടുത്തെ കർഷകർക്കൊക്കെ കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മളിനി എന്ത് ചെയ്യുന്നത്, ഞാറ് പറിക്കാൻ പോകണേ. ഈ കാണുന്ന പാടത്തേക്കുള്ള ഞാറ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാടത്തിൻ്റെ തന്നെ ഈ ഒരു അറ്റത്തുള്ള ഈ ഒരു കണ്ടത്തിലായിരുന്നു. പക്ഷെ നമ്മളിവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ്. കാര്യമായിട്ടുള്ള ഞാറൊന്നും ഇവിടെ കാണാനില്ല. പിന്നെ നമുക്ക് കുറച്ച് ഏരിയക്കുള്ള ഞാറ് കിട്ടിയാൽ മതി. അത് ഇവിടെ ഇടവിട്ടിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരമ്പത്ത് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് മരട് പറിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ പറിച്ചു കൊടുക്കുന്ന ഞാറ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വീട്ടുമുറ്റത്താണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് നടാൻ പോവാട്ടോ. അതിനെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇന്നലെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള കുളത്തിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രാവിലെ തന്നെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരു സൈഡിലായിട്ട് 2 ടാങ്കിൽ ഒരു സൈഡിലായിട്ട് ഞാറ് പറിച്ച് നടന്ന ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അമോണിയ നീക്കം ചെയ്യാൻ ഏറ്റവും നല്ല ചെടി ഈ നെൽച്ചെടിയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഞാറ് പറിച്ച് നടാനുള്ള ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാറ് പറിച്ച് നടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട്. ഏകദേശം കുറച്ച് ദിവസങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഞാറ് ഒന്ന് വേര് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ഈ ടാങ്കിൽ മൊത്തത്തിൽ പിന്നെ വെള്ളം നിറക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാറ് പറിച്ച് നട്ടിട്ടുള്ള ആ ഏരിയയിൽ മാത്രമാണ് കുറച്ച് വെള്ളം നിർത്തിയിട്ടുള്ളത്. ടാങ്കിൽ മൊത്തം വെള്ളം ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ വേര് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ ടാങ്ക് ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ നമ്മുടേതായ രീതിയിലുള്ളൊരു ഇങ്ങനെയാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വീഡിയോ കണ്ട ആരും അനുകരിക്കരുത്. ഇതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മൈ ഫാമിങ്ങിൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം കാണാം. ഹായ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക.